വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തുണ്ടായിരുന്ന കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം. 2018 പ്രളയത്തിലാണ് നിരവധി പേർ ഉപയോഗിച്ചിരുന്ന കുളിക്കടവ് നാശോന്മുഖമായത്. കുറുമാലിപ്പുഴയുടെ ഓരത്ത് തോട്ടുമുഖം പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിരവധി പേരാണ് അവധി ദിനങ്ങളിൽ വന്നെത്തുന്നത്. പമ്പ് ഹൗസിന് തൊട്ടടുത്തായി ഇവിടെ ഒരു കുളിക്കടവുണ്ടായിരുന്നു. പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ നീന്തുവാനും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനുമായി എത്തിയിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഈ കുളിക്കടവ് മണ്ണുമൂടി നാശോന്മുഖമായി. ഇപ്പോൾ ഈ പരിസരം പുല്ലുമൂടി കിടക്കുകയാണ്. അവധി ദിനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും ഇവിടെ എത്തുന്നുണ്ട്. താൽക്കാലിക തടയണയ്ക്ക് താഴെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ ആളുകൾ ഇറങ്ങി നീന്തുന്നതും കുളിക്കുന്നതുമെല്ലാം. ഇവിടെ ഉണ്ടായിരുന്ന കുളിക്കടവ് പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. 2018 വന്ന പ്രളയത്തിൽ തോട്ടുമുഖത്ത് ഇവിടെ നന്നായിട്ട് ജനങ്ങൾ വന്ന് കുളിച്ചിരുന്ന ഒരു കടവുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് തകർന്നു പോയി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾക്കോ ജനങ്ങൾക്ക് വന്ന് കുളിച്ചൊരു ബലിയിടാനോ ഇതിനൊന്നിനും പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടവിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു നയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കടവ് നവീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാണ് എൻ്റെ പൊതുവായ ആവശ്യം. പമ്പ് ഹൗസിന് സമീപത്തായി ചാഞ്ഞു നിൽക്കുന്ന 2 കൂറ്റൻ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ്. ഇവ മുറിച്ചു മാറ്റി അപകട ഭീതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെയും നടപടിയായിട്ടില്ല. ഈ കടവിൽ കണ്ടമാനം ആൾക്കാർ, ഈ പഞ്ചായത്തിൽ മൊത്തം കുറേ ആൾക്കാർ വന്ന് കുളിക്കാറും സാധാരണ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ വരാറുള്ളതാണ്. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പറ്റാതെ മണ്ണ് വന്ന് കടവ് മൂടി ആകെ ചെളി പിടിച്ച് കിടക്കുക, ഒരാൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് അത്യാവശ്യമായിട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ 2-3 മരം വീഴാറായി നിൽക്കുന്നുണ്ട്. ആ മരം കൂടി ഒന്ന് വെട്ടി മാറ്റി തന്നതിൽ പമ്പ് ഹൗസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 4 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതോ അത്യാവശ്യമായിട്ടൊന്ന് മാറ്റി കിട്ടുന്നത് നല്ലതാണ്. പമ്പ് ഹൗസിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും നശിച്ചുപോയ കുളിക്കടവ് പുനഃസ്ഥാപിക്കുകയും വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാലങ്ങളായിട്ട് കടവില്ലാത്തൊരു ബുദ്ധിമുട്ടും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ആൾക്കാർ കുളിക്കാൻ പറഞ്ഞ ഈ പുഴയുടെ താഴെയാണ്. അവിടെ നിറച്ച് കല്ലുകളുമായിട്ട് ഇങ്ങനെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ഇപ്പോൾ പല അപകടങ്ങൾ ഉണ്ടാകുന്ന പുഴയുടെ തീർത്തുന്ന അറിയാമല്ലോ. അപ്പോൾ ഈ കടവിൽ കുളിക്കാൻ വരുന്ന ഒരു അപകടം ഇല്ലാത്ത രീതിയിലിരിക്കുമ്പോൾ ഒരു കടവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് പിള്ളേർക്ക് അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ളൊരു കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് അധികാരികളായിട്ട് കൂടി പറയാനുള്ളത്. വിശ്രമ സമയം ചിലവഴിക്കാനും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും ഉപകാരപ്രദമായ കുളിക്കടവ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ഇറിഗേഷൻ വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ അനുഭാവപൂർണമായ പരിഗണന ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്തായി ഇവിടെ ഒരു കുളിക്കടവുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ പേർക്കും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനും നീന്താനുമൊക്കെ സൗകര്യമുണ്ടായിരുന്ന ഒരു കുളിക്കടവായിരുന്നു അത്. 2018 പ്രളയത്തിൽ മണ്ണ് മൂടി ആ കടവ് നശിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ആ കടവ് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം. പ്രദേശത്തുകാർക്ക് വെള്ളത്തിൽ ഇറങ്ങി നീന്തുവാനും കുളിക്കുവാനും വസ്ത്രം കഴുകുവാനും ഒക്കെ സൗകര്യപ്രദമായിരുന്ന ആ കുളിക്കടവ് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.